ഈശ്വമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ആറമ്പള്ളി ഇടവക തൃശ്ശൂർ ഡിസ്ട്രിക്ട്. ഞാൻ ബോംബെയിലാണ് വളർന്നത്. 12 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ബോംബെയിലായിരുന്നു. എൻ്റെ വളർത്തച്ഛൻ ആളുടെ ഡേഡിയാണ്. ഞാൻ ബോംബെയിലാണ് വളർന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ആൾ എന്നോട് എന്നും പറയും, എൻ്റെ മോനെ നീ പ്രേയർ ചെയ്യുന്ന ആളല്ലേ, നീ പ്രാർത്ഥിക്കുന്ന ആളല്ലേ, നിൻ്റെ മാതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ വിടിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനൊരു ദിവസം ഞാൻ പറഞ്ഞു വിടിപ്പിക്കാൻ പറ്റും, എന്നാലും മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്, കൃപാസനം മാതാവിനോട് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ വിടിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, നിന്നെ ഇത്ര ശക്തി ഉണ്ടെങ്കിൽ എന്നാൽ നീ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥനയിൽ എന്നും എൻ്റെ പ്രാർത്ഥന വയ്ക്കാറുണ്ട്, ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവന് കാലത്തെ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ എന്നും ഡെയിലി അയച്ചു കൊടുക്കും. പക്ഷേ അവന് മലയാളം അറിയില്ല എന്നാലും ഞാൻ മലയാളത്തിൽ അവനെ അയച്ചു കൊടുത്തിരുന്നു. പിന്നെ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുത്തു. പിന്നെ മലയാളം അവന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് തന്നെ ഒരു കിക്കായി, ഇതെന്തൊരു ശക്തി ഉണ്ട് എനിക്ക് ഇതിൽ. അപ്പോൾ ആൾ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ആൾ എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ക്രിസ്റ്റീന എന്നോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മമ്മി പറഞ്ഞു ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവൻ പറഞ്ഞു അതിൻ്റെ ബ്രദർ ഡേവിഡ്, എന്നെ ബോംബെയിൽ ഡേവിഡ് എന്നാണ് പറയാം, എൻ്റെ പേര് ഡേവിസ് എന്നാണ്. പക്ഷേ ഇവിടുത്തെ വളർത്തപ്പച്ചൻ എന്നെ പേരിട്ടാണ് ഡേവിഡിന്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ ഇതിൽ ഡെയിലി ബ്രെഡിൽ ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, കേരെ മുകളിൽ ഒരാളുടെ കേസ് വിഡ്രോ ആവുന്നുണ്ടെന്ന്. അത് ഞാൻ ഇവനോട് വിളിച്ച് പറഞ്ഞു, ഇതിൽ വയസ്സിട്ട് ഞാൻ അവനെ കേസ് വിഡ്രോ ആവുന്നുണ്ട്, നീ ശ്രദ്ധിക്കുക, നിൻ്റെ കേസ് വിഡ്രോ ആവുന്നുണ്ടാവും, നീ നോക്ക് എന്ന് ശ്രദ്ധിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നോക്കാം. അപ്പോൾ പറഞ്ഞു, ഞാൻ പൈസ കെട്ടിയിട്ട് ഒന്നും ആയിട്ടില്ലടാ, ഇതുവരെ ഒന്നും ആയിട്ടില്ല, എന്താ ചെയ്യേണ്ടത്, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും ഞങ്ങളുടെ വീട്ടിലെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്നു. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഒരു 4 മണിക്ക് എനിക്ക് ഇത് കിട്ടു, പറഞ്ഞു ഡേവിസെ വിഡ്രോ ആയി, ഇത് കേസ് വിഡ്രോ ആയിൻ്റെ. അപ്പോൾ അങ്ങനെ വലിയൊരു സംഭവം നടന്നു, ആൾ കേസ് വിഡ്രോ ആയി. അപ്പോൾ അന്ന് തൊട്ട് പിറ്റേ ദിവസം അവനോട് പിന്നെ ഡേഡി ഈ പറഞ്ഞതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡേഡി മരിച്ചു. ആ ഡേഡീനെ കാണാൻ ഇവന് വരാൻ പറ്റിയില്ല. അത് ഭയങ്കര ഒരു ഇതായി ഇവന്. അങ്ങനെ ഡേഡി മരിച്ചു പോയി. പക്ഷേ ഇവനൊരു ഇതുണ്ടായിരുന്നു, നോക്കി സാക്ഷ്യം വന്നിട്ട് അമ്മയുടെ അടുത്ത് പറയണം, എനിക്കും പറയണമെന്ന്. എൻ്റെ പല കാര്യങ്ങളും ഇതിന് മുമ്പുണ്ടായിട്ടുണ്ട്. എൻ്റെ കടകത്തിൻ്റെ എനിക്ക് ഇൻഷുറൻസ് ഞാൻ എടുക്കാണ്ടായിരുന്നാൽ, പക്ഷേ അമ്മ അത് ഇടിപ്പിച്ചു. പക്ഷേ എൻ്റെ കടകത്തിൻ്റെ ഇൻഷുറൻസ് പാസ്സായി, അതും ഒരു സാക്ഷ്യമുണ്ട്. പിന്നെ എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ഇതിനു വേണ്ടി ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലോൺ പാസ്സാവാൻ എന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറേ അനുഭവങ്ങൾ ഞാൻ ആദ്യം സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊരു കാര്യം നടന്നു. എൻ്റെ മാതാവിനോടും ഭയങ്കര ഒരു ഇതുള്ളതാണ്. ഇവന് വന്നപ്പോഴും ഇനി എന്ന് പറഞ്ഞാൽ നാളെ വരണം, ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ നാളെ മറ്റന്നാൾ ബോംബെ പോകണം 2 ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്നലെ വരാം. ഇന്നലെ രാത്രി ഫോൺ ചെയ്തു, ഞാൻ വരുന്നുണ്ട്. കാലത്ത് വന്നു. ഇപ്പോൾ സാക്ഷ്യം പറയും, ഇനി വൈകുന്നേരം പോയി ബോംബെയിലേക്ക് പോവും, ദുബായി പോവും. അപ്പോൾ ഇങ്ങനൊരു ഇത് നടന്നതിൽ അമ്മയുടെ കൃപാസനം മാതാവിൻ്റെയും ഭർത്താവിൻ്റെയും ഔസേപ്പനാളിൻ്റെ എല്ലാവരുടെയും കൃപ കൊണ്ട് ഞാൻ സാക്ഷ്യം നിർത്തുന്നു. വളരെ നന്ദി, വളരെ സ്വസ്ത്രം. ഞാൻ കുമ്പസാരിക്കാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്, പിന്നെ ബൈബിൾ വായിക്കാറുണ്ട്, പ്രേക്ഷിതരുടെ അടുത്ത് പോകാറുണ്ട്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഇംഗ്ലീഷ് പത്രം കൊണ്ടുപോകാറുണ്ട്, മലയാളം കൊണ്ടുപോകാറുണ്ട്. ഞങ്ങൾ അവിടെ പള്ളിയിലും ഇവിടെയും ഞങ്ങൾ പള്ളിയിൽ പോകാറുണ്ട്. എനിക്ക് 3 പ്രാവശ്യം മാതാവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ ഇത് കൊടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 3 പേപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3 പേപ്പർ എൻ്റെ കയ്യിൽ കുറച്ച് ദിവസമായിട്ട് ഇരിക്കുകയായിരുന്നു. അത് ഞാനും എൻ്റെ ഭാര്യ ബേബി ഞങ്ങൾ വിചാരിക്കരുത്, എന്നും ഇത് ഒരു ആവശ്യമുള്ള ആൾക്ക് കിട്ടണം ഇത്. അങ്ങനെ ഇരുന്ന് 3 പേപ്പറും കൊണ്ട് ഞങ്ങൾ പോയി മെഡിക്കൽ കോളേജിൽ. അവിടെ ഇരുന്ന് നോക്കി ആൾ മുകളിലേക്ക് ഞങ്ങളെ കടത്തി വിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ച് ആർക്ക് കിട്ടണത് ഒരു ഇതാവണം കിട്ടുന്ന ആൾക്ക്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നു. ആൾക്ക് ഒരു വയസ്സായ ഒരു ഇതാണ്. ആൾ ചോദിച്ചപ്പോൾ ക്യാൻസറാണ് ഭാര്യയ്ക്ക്, അതിനങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്ക് പത്രം വേണം. എനിക്ക് തായമുളയെന്ന് പറഞ്ഞു. ഞങ്ങൾ പത്രം കൊടുത്തുകൊണ്ട് ഞങ്ങൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം വന്നു. ഭയങ്കര മണം, നല്ല മണം.
അപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, എന്താ ഇവിടെ ആരും ഇത് ചെയ്തിട്ടില്ലല്ലോ, സ്പ്രേ ഒന്നും അടിച്ചിട്ടില്ല, അയ്യാ ഒന്നും ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു സംബന്ധം. അപ്പം ഭാര്യ പറഞ്ഞിട്ടുണ്ട്, ഇത് മാതാവിൻ്റെ ഒരു ഇത് കിട്ടിയതാണ്. ആ കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് അവിടെ ഇരുന്ന് ആൾക്കാരെ നോക്കിയിട്ട് ഇനി 2 പേപ്പറുണ്ട്. ആ പിറ്റത്തെ പേപ്പർ കൊടുത്തു. ഒരു നല്ല ഇതുള്ള ഒരു ഭാര്യയും ഭർത്താവും തോന്നുന്നുണ്ട്. അവർ പറഞ്ഞപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കൊടുത്തു. അവർ ചോദിച്ചു വാങ്ങിയതാണ്. അവർ ചോദിച്ചു വാങ്ങി അവർക്ക് കൊടുത്തു. ആ കൊടുത്ത സമയത്തും എനിക്ക് ഇങ്ങനെ സുഖം കിട്ടി. അതേമാതിരി എൻ്റെ വീട്ടിൽ ഞങ്ങൾ കാലത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാലത്തെ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് ഞാൻ ആദ്യം മാതാവിൻ്റെ ഉപ്പും തേനും എടുക്കും. ആ എടുക്കാൻ ചെന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു മുല്ലപ്പൂവിൻ്റെ മണം അനുഭവപ്പെട്ടു. പിന്നെ പ്രേക്ഷിതപ്പെടുത്ത് ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്ത ആശ്രമമുണ്ട്. ഞാൻ കുറേ കുട്ടികൾക്കും പിന്നെ കുറേ ആൾക്കാരെ ഞങ്ങൾ സഹായിച്ചിട്ട് ഞാൻ പറയുന്നില്ല, ഞങ്ങൾ ഇത് ചെയ്യുന്ന ആളാണ്. അങ്ങനെ സ്തുതി മാതാവിൻ്റെ എല്ലാ അനുഗ്രഹവും എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന്. നന്ദി, നമസ്കാരം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.